വണക്കം. മൃണാൾ ദാസ് വെങ്കലത്ത്. ഈ പേര് പല ആൾക്കാർക്കും സുപരിചിതമായിട്ടുള്ളൊരു പേരായിരിക്കും. ഇത് ആക്ച്വലി അദ്ദേഹത്തെ ആക്രമിക്കാനുള്ളൊരു വീഡിയോ ആണെന്ന് പറഞ്ഞ് ആരും കാണണ്ട. ഞാൻ അയാളെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അയാളെ റെസ്റ്റോറൻറ്റ് സംരംഭത്തെ തകർക്കാനൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നൊരു വീഡിയോ അല്ല ഇത്. ഈ മൃണാൾ ദാസ് വെങ്കലത്ത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫുഡ് വ്ളോഗർ എന്നാണ് ഇദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു വിമർശനം ഞാൻ ഉന്നയിച്ചോട്ടെ. ഇയാൾ ഒരു ഫുഡ് വ്ളോഗർ അല്ല, മറിച്ച് ഞാൻ ഇയാളെ കാണുന്നത് ഹോട്ടൽസിൽ കയറി ഭക്ഷണം കഴിച്ച് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആ ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ ഹോട്ടലുകാരൻ്റെ ജീവിതം താറുമാറാക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ഞാൻ ഈ മനുഷ്യനെ ബേസിക്കലി കാണുന്നത്. പക്ഷേ അയാൾക്കത് പറയാനുള്ള എല്ലാ അവകാശവും അർഹതയുമുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണല്ലോ. ജനാധിപത്യ രാജ്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവർക്കും അഭിപ്രായം പറയാം. അതുകൊണ്ട് തന്നെ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഭക്ഷണം കൊള്ളാമോ കൊള്ളില്ലയോ എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് മാത്രമാണ്. പക്ഷേ ആ ഭക്ഷണം കഴിച്ച് 100 പേർക്കോ അല്ലെങ്കിൽ 10 പേർക്കോ അവിടെ നിന്നും ഭക്ഷ്യവിഷബാധ വന്നാലാണ് നമ്മളതൊരു സാമൂഹിക പ്രശ്നമായിട്ട് വിലയിരുത്തുന്നത്. അങ്ങനെ മൃണാൾ ദാസ് വെങ്കലത്ത് എല്ലാ ഹോട്ടലുകളിലും കയറി ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം ചില ഹോട്ടലുകളെ അദ്ദേഹം വളരെ മോശമായി താറടിച്ച് സംസാരിച്ച്, ചില ഭക്ഷണമൊക്കെ എടുത്ത് വായ്ക്കകത്ത് വെച്ചിട്ട് അയാൾ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇയാളുടെ ഈ പറച്ചിൽ കാരണം ചില ഹോട്ടലുകൾ പൂട്ടിപ്പോയിട്ടുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇയാളുടെ ഫേസ്ബുക്കിലും കാര്യങ്ങളിലുമൊക്കെ ഇയാൾ ഇട്ടിരിക്കുന്നത്. വളരെ നല്ല മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പോരാത്തതിന് വളരെ വലിയൊരു ബുദ്ധിരാക്ഷസൻ കൂടെയാണ്. കാരണം ബിസിനസ്സിൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ പുള്ളിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരൻ കാത്തുകാത്തിരുന്ന് പുള്ളിക്കാരൻ നമ്മുടെ ജനങ്ങളെ ഉദ്ധരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളൊക്കെ കഴിക്കുന്ന ഭക്ഷണം പോരാ, അല്ലെങ്കിൽ അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ്, കാരണം അവർ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ വില കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. ആ ഹോട്ടലിൻ്റെ പേര് ഹംഗ്രി മൃണാൾ എന്നാണ്. ആ ഹോട്ടൽ പുള്ളിക്കാരൻ കാത്തുകാത്തിൽ നിന്ന് തുടങ്ങി. സ്വാഭാവികമായിട്ടും ഓരോ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണം മോശമാണെന്ന് ഒട്ടുമിക്ക എല്ലാ വീഡിയോകളിലും ഇദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. വളരെ മോശമാണെന്ന് പറയുന്ന ഇദ്ദേഹം, അല്ലെങ്കിൽ വൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെയധികം കാർക്കശ്യം പുലർത്തുന്ന ഇദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഹോട്ടലിനെ വിലയിരുത്താൻ തുടങ്ങും. വൃത്തിയുടെ കാര്യത്തിൽ ഇത്രയും കാർക്കശ്യം കാണിക്കുന്ന മൃണാൾ ദാസ് വെങ്കലത്തിൻ്റെ ഹോട്ടലിൽ ഈച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ആ സമയത്ത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു, വിത്ത് പ്രൂഫ്. അതായത് ആ ഹോട്ടലിൽ നിറയെ ഈച്ചകൾ വന്നിരിക്കുന്നതും ഇയാളൊരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിതാ നോക്കൂ എവിടെയാണ് ഈച്ച എന്ന് പറയുമ്പോൾ ഇയാളുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു ഈച്ച വന്നിരിക്കുന്ന വിഷ്വൽ വരെ ട്രോളായിട്ട് അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ വലിയ രീതിയിൽ ഇയാൾ ആ സമയത്ത് ട്രോൾ ചെയ്യപ്പെട്ടു. പക്ഷേ അതെല്ലാം ഈ പുള്ളിക്കാരൻ്റെ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന ഹോട്ടലിന് ഗുണമേ ചെയ്യൂ എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം അതിൻ്റെ പേര് മറ്റുള്ള ആൾക്കാരിലേക്ക് കൂടുതലായി എത്തുകയാണ് എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരൻ ആ ട്രോളിനെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുമുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് പുള്ളിക്കാരൻ ഞാൻ ആരുടെ പോഡ്കാസ്റ്റിൽ വേണമെങ്കിലും വന്നിരിക്കാം, കാരണം ആ സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റ് ആയിരുന്നു. ആരുടെയെങ്കിലും പോഡ്കാസ്റ്റിൽ ഞാൻ വന്നിരിക്കണമെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും പോഡ്കാസ്റ്റിൽ വന്നിരിക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാണ്, എനിക്കൊരു 50,000 രൂപ വേണം എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്ന വീഡിയോസൊക്കെ അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞ ഹോട്ടൽ വളരെയധികം പ്രത്യേകതകളോടുകൂടിയാണ്. അതായത് ഈ ലോകത്തെ ഒരു ഹോട്ടലും കൊള്ളത്തില്ല, എൻ്റെ ഹോട്ടലാണ് ഹോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങേരുടെ ഹോട്ടലിനെ നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നിരന്തരമായിട്ട് മദ്യത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ, മദ്യവർജന സമിതിയിലൊക്കെ ഉള്ളൊരു ഗാന്ധിയൻ, ഇയാളൊരു ബാറിൽ കയറി മദ്യപിച്ചാലോ അല്ലെങ്കിൽ ഇയാൾ അടുത്തുകൂടെ പോകുമ്പോൾ മദ്യത്തിൻ്റെ മണം ഇയാളുടെ അടുത്ത് നിന്ന് അടിച്ചാലോ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? അല്ലെങ്കിൽ തന്നെ മദ്യവർജന സമിതിയിലുള്ള ഈ ആൾ മദ്യപിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ജനങ്ങൾ, സാധാരണ ഒരാൾ മാത്രമേ മറ്റൊരാളെ ശ്രദ്ധിക്കുകയുള്ളൂ, പക്ഷേ 100 പേര് ഇയാളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരും. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഹോട്ടൽ തുടങ്ങുന്നത്. ഈ ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞ ശേഷം വളരെ വലിയ പ്രശ്നങ്ങളാണ് ഈ ഹോട്ടൽ അഭിമുഖീകരിക്കേണ്ടി വന്നത് സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ ഹോട്ടലിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയമാണ്. അതായത് നമ്മളെല്ലാം ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് കറികളും, അതായത് നമ്മുടെ ഒരു ഊണ് മേടിച്ചാൽ തന്നെ ആ ഊണിൻ്റെ കൂടെ ചോറ് വരും, ചോറിൻ്റെ കൂടെ ഒരുപാട്
ഒരുപാട് തൊടുകറികൾ വരും. പിന്നെ പോരാത്തതിന് സാമ്പാർ, പുളിശ്ശേരി, രസം, അത് കഴിഞ്ഞ് മോര് വരും. അങ്ങനെ പല 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 കാര്യങ്ങൾ വരും. പുള്ളിക്കാരൻ പറയുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചാൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങൾക്ക് ചോറ് വേണോ, 20 രൂപ കൊടുത്ത് അത് വാങ്ങിച്ച് കഴിക്കുക. ചോറിൻ്റെ കൂടെ അവിയൽ മാത്രം കൂട്ടിക്കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേറെ കറിയൊന്നും വേണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു അവിയലിന് 20 രൂപ. ചോറിൻ്റെ കൂടെ സാമ്പാർ മാത്രം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ബീഫ് കൂർക്ക ഇട്ടത് മാത്രം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ആശയമാണ് പുള്ളിക്കാരൻ മുന്നിലേക്ക് വച്ചത്. ആ പുള്ളിക്കാരൻ മുന്നിലേക്ക് ആശയം വച്ചു. അത് നല്ലൊരു ആശയമായിരുന്നു ആക്ച്വലി. പക്ഷേ ആ ആശയം യഥാർത്ഥത്തിൽ കേരളത്തിൽ വർക്കൗട്ടായില്ല എന്ന് മൃണാൽ ദാസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വ്യസന സമേതം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹോട്ടലിൽ കയറുകയാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്ത് 20 രൂപ മുതൽ ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. എങ്ങനെയാണ്? 20 രൂപ. 20 രൂപയ്ക്ക് പോലും ഊണ് കിട്ടുന്ന ക്യാൻറ്റീനുകൾ തിരുവനന്തപുരത്തുണ്ട്. നമുക്ക് വൈവിധ്യമാണ് തിരുവനന്തപുരം. എനിക്ക് 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലത്ത് പോയും എനിക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. അതേസമയം എനിക്ക് 2500 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലത്ത് പോയും എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ചോയ്സസ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ പോയിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ചോറ് വരും. ചോറിൻ്റെ കൂടെ ഒരു 3 തൊടുകറികൾ എന്തായാലും കാണും. ആ 3 തൊടുകറികൾ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത തൊടുകറി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ ചോദിച്ചാൽ ചേച്ചി തൂക്ക് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി മറ്റേ തൂക്കുപാത്രം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് തൂക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിയലെങ്കിൽ അവിയൽ, തോരനെങ്കിൽ തോരൻ, അച്ചാറെങ്കിൽ അച്ചാർ, ഇത് 3 ഇട്ട് തരും. അത് കഴിഞ്ഞ് സാമ്പാർ വരും. നമ്മൾ പറയും ചേച്ചി സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ ചേച്ചി വന്ന് ഒഴിച്ചു തരും. 20 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലം, 20 രൂപയ്ക്ക് കിട്ടുന്ന ഊണ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 40 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 50 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, 80 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങളും നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. ഇനി കൊച്ചിയിലേക്ക് പോയി കഴിഞ്ഞാലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കൊച്ചിയിലും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ മൃണാൽ ദാസ് വെങ്കലത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ വീഡിയോകളൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് നേരത്തെ തന്നെ തോന്നിയ ഒരു ഡൗട്ടാണ്. അതായത് ഈ ഐഡിയ എങ്ങനെയാണ് പുള്ളി വർക്കൗട്ടാക്കി എടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ കടയിൽ പുള്ളി പറയുന്ന ഈ സംഭവം എന്ന് പറയുന്നത് വർക്കൗട്ടാക്കി എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇതാണ് പുള്ളിക്കാരൻ്റെ കടയിൽ ആ സമയത്ത് വച്ചിരുന്ന വില വിവര പട്ടിക എന്ന് പറയുന്നത്. അതിൽ റൈസ് 20 രൂപ. 20 രൂപയ്ക്ക് ഞാൻ ചോറ് മേടിക്കുന്നു. ആ ചോറ് ഞാൻ മേടിച്ച് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവിയൽ മേടിക്കുന്നു. അവിടെ 20 40 രൂപയായി. ഈ അവിയൽ എന്ന് പറഞ്ഞാൽ ഒരു കിണ്ണം അവിയലാണ് കൊണ്ടുവന്ന് തരുന്നത്. ഈ അവിയൽ ഞാൻ ഇങ്ങനെ എടുത്ത് നാക്കിൽ വയ്ക്കുമ്പോൾ തന്നെ തീരും. ഈ അവിയൽ കൊണ്ട് തട്ടിക്കഴിഞ്ഞ ശേഷം, അതേസമയം നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഇത് കിട്ടുന്ന 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അവിയൽ ഒരു സ്പൂൺ കോരിയിടും. ആ ചേച്ചിയോട് പറയണം ചേച്ചി ഒരു സ്പൂൺ കൂടെ ഇടും എന്ന് പറഞ്ഞാൽ ആ ചേച്ചി വീണ്ടും അവിയൽ കോരിയിടും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത് ആ ചേച്ചി വന്ന് ചോദിക്കും മക്കളെ അവിയൽ വേണോ എന്ന് ആ ചേച്ചി ചോദിക്കും. അപ്പോൾ ഇവിടെ 20 രൂപയ്ക്ക് നമ്മൾ ചോറ് വാങ്ങിച്ചു, അവിടെ തീരുന്നു. 20 രൂപയ്ക്ക് നമ്മൾ അവിയൽ വാങ്ങിച്ചു, ആ അവിയൽ എനിക്ക് ഇനി അവിയൽ വേണമെങ്കിൽ വീണ്ടും 20 രൂപ കൊടുത്ത് ഞാൻ ഒരു കിണ്ണം അവിയൽ കൂടെ വാങ്ങിക്കണം. അപ്പോൾ തന്നെ 60 രൂപ അവിടെ കഴിഞ്ഞു. ഇനി 20 രൂപയ്ക്ക് ഞാൻ ചോറും ഒരു അവിയൽ 20 രൂപയ്ക്ക് വാങ്ങിച്ചു, പുളിശ്ശേരി 20 രൂപയ്ക്ക് വാങ്ങിച്ചു. 60 രൂപയാണ് അവിടെ എന്ന് പറയുന്നത്. ഇതെന്തൊരു വിലയുടെ? സത്യമായിട്ട് ചോദിക്കണം, അമ്മയാണ് എന്നെ വില വിളിക്കുക. ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഖേദമുണ്ട്. പക്ഷേ ഇതല്ലാതെ എനിക്കിതിൽ പറയാനായിട്ടൊന്നും തോന്നുന്നില്ല. കൂട്ടുകറി 25 രൂപ, തോര 20 രൂപ. ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 20 രൂപയ്ക്ക് ചോറ് വേണം. 20 രൂപയ്ക്ക് ഒരു കിണ്ണം ചോറ് കൊണ്ടിട്ട് ഞാൻ കൂട്ടുകറി മേടിക്കും, അത് ഞാൻ കഴിക്കും 25 രൂപ. അവിയൽ ഞാൻ കഴിക്കും 20 രൂപയ്ക്ക്. പുളിശ്ശേരി എനിക്ക് മസ്റ്റാണ് ചോറിൻ്റെ കൂടെ. ഞാൻ ആദ്യം ചോറിൻ്റെ കൂടെ സാമ്പാർ ഒഴിച്ച് കഴിക്കും ഊണാണെങ്കിൽ. അത് കഴിഞ്ഞ് അടുത്ത ഒരു ചോറ് കൂടെ വാങ്ങിച്ചിട്ട്, ഒരു തവി ചോറ് കൂടെ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ പുളിശ്ശേരിയും, ആ പുളിശ്ശേരിയുടെ കൂടെ രസമുണ്ടല്ലോ, ആ രസവും ഞാൻ കൂട്ടിക്കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിശ്ശേരിയും രസവും ഒരുമിച്ച് കുഴച്ചടിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, പറയാതിരിക്കുക നിവൃത്തിയില്ല. അല്ലെങ്കിൽ ആ പുളിശ്ശേരിയുടെ കൂടെ ഞാൻ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരോട് പറയും ചേച്ചി മീൻചാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പറയും പിന്നെ മക്കളെ മീൻചാറുണ്ട് എന്ന് പറയും. അങ്ങനെ ചേച്ചി മീൻചാറ് കൊണ്ടുതരും. പുളിശ്ശേരിയും മീൻചാറും പലരും വിരുദ്ധാഹാരമാണെന്ന് പറയും, പക്ഷേ അമ്മച്ചിയാണ്, മുടിഞ്ഞ ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ നാക്കിൻ്റെ ഇവിടെ നിന്നും എല്ലാം വെള്ളം ഊറി വരുന്നു. അങ്ങനെ ഞാനാണ് ഇവിടെ ഊണ് കഴിക്കാൻ പോകുന്നതെങ്കിൽ എനിക്ക് എങ്ങനെ പോയിരുന്നാലും ഒരു 10, 200, 250 രൂപ ഈ കിണ്ണം ഇങ്ങനെ വാങ്ങിച്ച് തന്നെ തീരുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു സാധാരണക്കാരൻ്റെ ഹോട്ടലാണ് എന്ന് പുള്ളി പറയുന്നതിനോട് എനിക്ക് യാതൊരു വിധ യോജിപ്പുമില്ല. പപ്പടം 7 രൂപയാണ് പുള്ളി അവിടെ ഈടാക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന അൺലിമിറ്റഡ് ഊണിൻ്റെ കൂടെ ഉണ്ടല്ലോ, 20 രൂപയുടെ ഊണിൻ്റെ കൂടെ ആയിരുന്നാലും 50 രൂപയുടെ ഊണിൻ്റെ കൂടെ ആയിരുന്നാലും ഇവിടെ പപ്പടം മസ്റ്റാണ്. പപ്പടം നമുക്ക് തന്നിരിക്കും. 20 രൂപയുടെ ഊണിൻ്റെ കൂടെയും പപ്പടം ഞാൻ കഴിക്കുന്ന കടകളുണ്ട്. അങ്ങനെ ഒരു പപ്പടം ചോദിച്ചാൽ ചേച്ചി ഒരു പപ്പടം എന്ന് പറഞ്ഞാൽ ഒരു പപ്പടം എടുത്ത് കൈ തരും. അങ്ങനെ ചേച്ചി പറയും അയ്യോ പൊട്ടിപ്പോയി മക്കളെ എന്ന് പറയും, സാരമില്ല വച്ചോ എന്ന് പറയും. നമ്മൾ
പപ്പടം എടുത്ത് വെച്ചിട്ട് നമ്മളത് കുഴച്ചടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനങ്ങനെ കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്താണ് ഈ പുള്ളിക്കാരൻ ഒരു ഊണിന്, അതായത് നല്ലപോലെ ഊണ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ 250 രൂപ കയ്യിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് പുള്ളി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം പുള്ളി കൊണ്ട് മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ ന്യൂനത, പുള്ളിക്ക് ഇത് കാണുകയാണെങ്കിൽ പുള്ളിക്ക് എടുക്കാതിരിക്കാം. അതായത് ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റും ഓരോ ബുദ്ധിയാണല്ലോ, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും എല്ലാ കാര്യങ്ങളും അളക്കുന്നത് അവർ വളർന്നു വരുന്ന കണ്ടീഷനിങ്ങിലൂടെയാണല്ലോ. അതായത് ഞാൻ വളർന്നു വന്ന കണ്ടീഷനിങ്ങിലല്ല പുള്ളി വളർന്നു വന്നത്. പുള്ളി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് നല്ല പണക്കാരനായിട്ടൊക്കെ വളർന്നു വന്നൊരു ടീമാണ് പുള്ളി എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്രയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ പുള്ളി നോക്കുമ്പം വിദേശത്തൊക്കെ ഇങ്ങനെയുള്ള സെറ്റപ്പാണ് കാണുന്നത്. അപ്പോൾ പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണക്കാരൻ്റെ സെറ്റപ്പല്ല, ഇത് കുറച്ച് പ്രീമിയം ആൾക്കാർക്കുള്ള സെറ്റപ്പാണെന്ന് പുള്ളി മനസ്സിലായി. പിന്നെ പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, AC റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത്. വേണ്ട, AC റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ട. നിങ്ങൾ സാധാരണക്കാർക്കാണ് ഹോട്ടൽ നടത്തുന്നതെങ്കിൽ നിങ്ങൾ ആ വിലയൊന്ന് കുറച്ച് തന്നാൽ മാത്രം മതി. ഒരു അൺലിമിറ്റഡ് ഊണ് കൊടുക്കുക. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പുള്ളി 39 രൂപയ്ക്ക് ഊണ് സാമ്പാറും കൂടെ കൊടുക്കുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പുള്ളി ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മാറി, മറ്റേ സെറ്റപ്പ് ചീറ്റിപ്പോയപ്പോൾ അത് മാറ്റി 39 രൂപ ആക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ പോരാത്തതിന് അവിടെ പുള്ളി ഈ പ്രീമിയം ആൾക്കാർക്കാണ് ഈ ഊണിൻ്റെ സെറ്റപ്പ് പുള്ളി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഉള്ളിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര സെറ്റപ്പാണ്, ഇത് എന്താണ് പാവപ്പെട്ടവൻ്റെ സംഭവമാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് പുള്ളി വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, വ്യസന സമയത്ത് ഞാൻ പറയട്ടെ, പക്ഷേ അങ്ങനെയല്ല, അത് വർക്കൗട്ട് ആയിരിക്കുന്നത് അങ്ങനെയല്ല. താങ്കൾ ഇപ്പോഴും അത് പാവപ്പെട്ടവൻ്റെതാണ് എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി, അതായത് നമ്മുടെ ബുദ്ധിയിലുള്ള ഐഡിയ റിയാലിറ്റിയിൽ കൊണ്ടുവരുമ്പോഴാണല്ലോ, നമ്മളത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് എങ്ങനെ വർക്കൗട്ടാവും എന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ആ വർക്കൗട്ടാവുന്ന സാധനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഐഡിയ, അല്ലാതെ നമ്മുടെ ബുദ്ധിയിലിരിക്കുന്ന സാധനമല്ല. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കുമ്പോൾ ഇതെങ്ങനെ വർക്കൗട്ടായി. അതായത് ഞാനൊരു മല കയറാനായിട്ട് പോവുകയാണ്. മല കയറാൻ നേരത്തെ എൻ്റെ അവിടെ വഴിയുണ്ട്, ഈ വഴി കയറി ആ വഴി കയറി മറ്റേ വഴി കയറി ആ വഴി കയറി അങ്ങനെ മുകളിലേക്ക് പോവുക. അതെൻ്റെ തലച്ചോറിലുള്ള വഴിയാണ്. ഞാൻ വിചാരിക്കും ഇത് കറക്റ്റായിട്ട് സക്സസ് ആവുന്നത്. പക്ഷേ നമ്മൾ മല കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ വിചാരിച്ച വഴിയിലല്ല ഞാൻ പോകുന്നത്, മല എന്നെ ഏത് വഴിയിലാണോ കൊണ്ടുപോകുന്നത് ആ രീതിയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ചില ആൾക്കാർ അത് ഉൾക്കൊള്ളിട്ട് യെസ് ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തിരുത്താൻ ശ്രമിക്കും. പക്ഷേ പുള്ളി അങ്ങനെയല്ല, പുള്ളി അത് തിരുത്തില്ല. പുള്ളി അതിനെ ന്യായീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രീമിയം ആൾക്കാർക്ക്, അതായത് ആരെങ്കിലും വരണ്ടേ അവിടെ, പ്രീമിയം ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളി വിളിക്കുന്ന എല്ലാ സാധാരണക്കാരനെയാണ്. പ്രീമിയം ആൾക്കാരെ അവിടെ നിന്ന് ഓടിക്കാനാണോ എന്ന് എനിക്കറിയില്ല. പുള്ളി മറ്റൊരു ബുദ്ധി കേന്ദ്രമാണ്, ബുദ്ധിയാണ് പുള്ളിയുടെ മെയിൻ. അങ്ങനെ ഒരു സാധനം പുള്ളി കൊണ്ടുവന്ന സംഭവം തോന്നുന്നു. പുള്ളി അവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തിട്ടില്ല. പുള്ളി പറയുന്ന സെറ്റപ്പ് എന്താണെന്ന് അറിയാമോ, അപ്പുറത്ത് ലുലു മാളുണ്ട്, ലുലു മാളിൽ പോയി നിങ്ങൾക്ക് കാർ പാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം എന്നാണ് പുള്ളി പറയുന്നത്. ഭയങ്കര ബുദ്ധിയായിപ്പോയി. നമ്മൾ സത്യം പറഞ്ഞാൽ കാറുള്ളൊരു മനുഷ്യൻ ഇപ്പം ഞാൻ തന്നെ, എനിക്കൊരു കാറുണ്ടെങ്കിൽ ഞാൻ ആ കാർ പുറത്തേക്ക് എടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, നമ്മളൊരു ചായ കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഊണ് കഴിക്കാൻ പോകുന്നു, നമ്മൾ പറയും എന്താ ആക്റ്റീവ് എടുത്തുകൊണ്ട് വാടാന്ന് പറയും. അപ്പോൾ മറ്റവൻ പറയും കാറിലാണെങ്കിൽ AC ഒക്കെ ഇട്ട് പോകാം എന്ന് പറയും. ഞാൻ പറയും അവിടെ പാർക്ക് ചെയ്യാന്നെങ്കിൽ അറ്റ സ്ഥലം കൊണ്ട് വെച്ചിരിക്കണം എന്ന് ഞാൻ പറയും. പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലാത്തതാണ് ഈ കാറുകാർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 2 വീലറുകാർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോ ചേട്ടന്മാരാണ്. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നമ്മൾ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഈ ഓട്ടോ ചേട്ടന്മാർ എങ്ങോട്ട് തിരിയും എന്ന് നമുക്ക് മനസ്സിലിങ്ങനെ പടപടപടാ ഇടിയാണ്. അത് വേറൊരു കാര്യം. പിന്നെ നമ്മളെ ഇടിച്ചാലും നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങും എന്നുള്ളതാണ് ഈ നാടിൻ്റെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പുള്ളി എന്ത് ചെയ്തു, കാറ് പാർക്ക് ചെയ്യാൻ ഇങ്ങനെയാണ് സ്ഥലം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് മറ്റേ വണ്ടി പാർക്ക് ചെയ്യാം, മറ്റേ 2 വീലർ പാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് പുള്ളി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നെ പുള്ളി വേറൊരു സാധനം കൊണ്ടുവന്നു, കഞ്ഞി. അത് നല്ലൊരു ഐഡിയയാണ്. പക്ഷേ കാരണം ഞാനൊക്കെ വൈകുന്നേരം ആകുമ്പോൾ കഞ്ഞി കുടിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് കഞ്ഞി എവിടെ നിന്നെങ്കിലും കിട്ടിയില്ലെങ്കിൽ, കാരണം വളരെ പെയിൽ ഫുഡാണ് കഞ്ഞി എന്ന് പറഞ്ഞാൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടും, പെട്ടെന്ന് ദഹിക്കും. രാത്രി ചിക്കനും മട്ടനും ഫലൂടയൊക്കെ തിന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ഷീണം അങ്ങോട്ട് മാറില്ല. കാരണം ഇങ്ങനെ അകത്ത് കിടന്ന് ഇതിങ്ങനെ തെവിട്ടി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ കഞ്ഞി അങ്ങനെയല്ല. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇരുന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോൾ തന്നെ ഇത് ദഹിച്ചൊരു ഫീല് നമുക്ക് കിട്ടും. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വിശപ്പ്
നമുക്ക് തോന്നും. അതാണ് കഞ്ഞിയുടെ പ്രത്യേകത. ഞാൻ കഞ്ഞിയൊക്കെ അങ്ങനെ കുടിക്കാനായിട്ട് എനിക്ക് തോന്നുമ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ട്രിവാൻഡ്രം ഹോട്ടലുണ്ട്, നമ്മുടെ സ്റ്റാച്യൂവിലെ ട്രിവാൻഡ്രം ഹോട്ടൽ, അവിടെയാണ് പോയി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ കഞ്ഞി കിട്ടുമെന്ന് എനിക്കറിയില്ല, ഹോട്ടലിൻ്റെ പേരൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ ഗോതമ്പ് കഞ്ഞി വെച്ച് കുടിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പുള്ളി കഞ്ഞി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞി അവിടെ കൊടുത്തപ്പോൾ കഞ്ഞി ഫ്ലോപ്പായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഫ്ലോപ്പായിപ്പോയി, അതവിടെ നിർത്തി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. നിർത്തിയില്ലെങ്കിൽ നിർത്തിയില്ല, അത്രയേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ ഈ ഒരു സെറ്റപ്പും അവിടെ നിന്ന് ഫ്ലോപ്പായിപ്പോയി. പിന്നെ പുള്ളി കൊണ്ടുവരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യവും പുള്ളിയുടെ ന്യായീകരണമൊക്കെ ഭയങ്കര ഗംഭീരമാണ്. പുള്ളി ഈ ലൈം കൊടുക്കും, പക്ഷേ ലൈമിൻ്റെ കൂടെ ഒരു സ്ട്രോ പുള്ളിക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അവിടെ വന്ന് നിങ്ങൾക്ക് പൈസ തന്ന സ്ട്രോയും കൂടെ വാങ്ങിച്ച് ലൈമിനായിട്ട് ഇട്ട് കുടിക്കണം എന്നുള്ളത് എനിക്കങ്ങനെ തോന്നുന്നില്ല. അതാണല്ലോ ഭൂരിഭാഗം ജനങ്ങളും നമ്മൾ ജനങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കണ്ടേ. നിങ്ങൾ വലിയ മഹാനായിരിക്കും, നിങ്ങളുടെ ആ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾ താഴോട്ട് നോക്കുമ്പം നിങ്ങൾ ഇടയ്ക്ക് മറ്റേ ട്രിവാൻഡ്രംകാരെ കുറ്റം പറഞ്ഞല്ലോ. ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഏത് ഫുഡ് എവിടെ നിന്ന് വലിച്ചു വാരി തിന്നുന്നതാണ് ഇഷ്ടം, അവർക്ക് ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന്. അപ്പോൾ അത്ര ബുദ്ധി താങ്കളുടെ അത്ര ബുദ്ധിയില്ല ജനങ്ങൾക്ക് ബേസിക്കലി എന്ന് താങ്കൾ വിചാരിച്ച് താങ്കൾ അവരുടെ ലെവലിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചെയ്താൽ തീരാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ താങ്കൾ ഇറങ്ങി വരില്ല. താങ്കൾ അപ്പോഴും ഒരു രാജാവിനെ പോലെ അവിടെ ഇങ്ങനെ കയറി അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ സ്ട്രോയും കൂടെ ഞാൻ വാങ്ങിച്ചിട്ട് കുടിക്കണം. അപ്പോൾ ഇതിനെ മൃണാളിനെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് പല ആൾക്കാരും ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. അവർ പറയുന്നത് നമ്മൾ ആരെങ്കിലും സ്ട്രോ ഉപയോഗിക്കുമോ, അതായത് സ്ട്രോ വേണമെന്നുള്ളവർക്ക് വാങ്ങിച്ചാൽ മതി. ചില ആൾക്കാർ ലൈമൊക്കെ കിട്ടുമ്പോൾ ഈ സ്ട്രോ എടുത്തങ്ങ് കളഞ്ഞിട്ട് നിൽപ്പനടിക്കുന്നത് പോലെ ഈ ലൈം എടുത്ത് കുടിച്ചിട്ട് അങ്ങ് പോകും. പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല, അത് ചില ആൾക്കാരാണ്. എല്ലാ ആൾക്കാരും അങ്ങനെയല്ല. ഞാനൊക്കെ കൃത്യമായിട്ട് സ്ട്രോ ഉപയോഗിച്ച് മാത്രമേ ലൈമും അല്ലെങ്കിൽ ഏതൊരു ജ്യൂസും, ഷാർജയൊക്കെ നമ്മൾ മറ്റേ സ്പൂൺ കൊണ്ടുവരുമല്ലോ, സ്പൂൺ ഇട്ട് കോരി കുടിക്കാമെന്ന് പറയാം, അത് കുടിക്കാറുള്ളൂ. സ്ട്രോ ഉപയോഗിച്ച് മാത്രമേ അങ്ങനെയാണ് ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും കുടിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ആൾക്കാർ മാത്രം സ്ട്രോ എടുത്ത് കളഞ്ഞിട്ട് വെച്ച് കുടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും സ്ട്രോ വെച്ച് കുടിക്കാനാണ് ആഗ്രഹം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രോയുടെ വിഷയം വളരെ വലിയ വിഷയമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുള്ളി എപ്പോഴും ലൈവിൽ വരും. ലൈവിൽ വന്ന് പുള്ളി പറയുന്ന ഒരു കാര്യം, പുള്ളിയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് പുള്ളി, അത് ബുദ്ധിമാന്മാരുടെ കമ്മ്യൂണിറ്റി, അതിന് വേണ്ടിയാണ് പുള്ളി ലൈവിൽ വരുന്നത്. പുള്ളി ലൈവിൽ വന്നോട്ടെ, നല്ല കാര്യം. അങ്ങനെ ലൈവിൽ വന്നിട്ട് പുള്ളി ആ ലൈവിനകത്ത് ഒരാൾ ചോദിച്ചു, ഈ സ്ട്രോക്കൊക്കെ നിങ്ങൾ വില എടുക്കുന്നുണ്ടല്ലോ, വളരെ നല്ല കാര്യം, അങ്ങനെയാണെങ്കിൽ ഞാനൊരു വിത്തൗട്ട് ചായ മേടിക്കുന്നു നിങ്ങളുടെ കടയിൽ നിന്നും. ഈ വിത്തൗട്ട് ചായ മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പഞ്ചാര ഇല്ലല്ലോ, അപ്പോൾ 10 രൂപയുടെ ചായ 5 രൂപയ്ക്ക് തരുമോ? പഞ്ചസാരയാണല്ലോ ചായയുടെ ഒരു സംഭവം എന്ന് പറയാം, പഞ്ചാരയ്ക്കൊക്കെ എന്നാ വിലയാ, 5 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, വിത്തൗട്ട് ചായ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മുടെ വർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അത് പുള്ളിക്ക് തന്നെ ഒരു ക്ലാരിറ്റി പുള്ളി പറയുന്ന വിഷയങ്ങളിലില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പുള്ളിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ഞാനിതൊരു വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത്, ഞാൻ ഒരിക്കലും ഇതിനൊരു ആക്ഷേപഹാസ്യമാക്കാനോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാൻ. പുള്ളിയുടെ രാഷ്ട്രീയം, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നോട്ടെ. പിന്നെ ഈ പുള്ളി ഒരുപാട് ആൾക്കാരുടെ ഹോട്ടലുകൾ പൂട്ടിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ പുള്ളിയുടെ ഹോട്ടൽ പൂട്ടിക്കാണണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമാണ്. അതിന് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിടുകന്നേ വരും എന്ന് പറയുന്നത് പോലെ മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ സംഭവം അങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ കടയിൽ ഇതൊക്കെയാണ് ഈ വില വിവര പട്ടിക എന്ന് പറയുന്നത്. പിന്നെ പുള്ളിയുടെ ബിരിയാണിയാണ് പുള്ളിയുടെ മെയിൻ ഹൈലൈറ്റ് എന്നാണ് പുള്ളി പറയുന്നത്. ആ ബിരിയാണിയിൽ പുള്ളി അധികം മസാലയൊന്നും ചേർക്കാറില്ല എന്നൊക്കെ പുള്ളി പറയുന്നു. പക്ഷേ മസാല ചേർത്ത് കഴിക്കുന്ന ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ പുള്ളിക്കാരൻ്റെ നാക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ഈ പുള്ളിക്കാരൻ്റെ ആ ഒരു ഭക്ഷണത്തിലെ ഫാൻറ്റസീസും അല്ല പല ആൾക്കാർക്കും ഉള്ളത്. പുള്ളി പറയുന്ന ചില ഫാൻറ്റസീസൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അയ്യേന്ന് തോന്നും. അതായത് പുള്ളിക്കാരൻ്റെ ഒരു റീൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഹംഗ്രി മൃണാളിൻ്റെ. അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലും ഭക്ഷണത്തെ കസ്റ്റമൈസ് ചെയ്യാം എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരൻ്റെ റീലിൽ അതിനകത്ത് അഭിനയിക്കുന്ന ആ ചെക്കൻ വന്നിട്ട് പറയുന്നു, ചേച്ചി ഒരു ബോണ്ട ഒരു ബറോട്ട, എന്നിട്ട് ചോദിക്കുന്നു ചൂടുവെള്ളം അവിടെ ഇല്ലേ? അപ്പോൾ ആ പെണ്ണ് പറയുന്നു, ആ ചൂടുവെള്ളം അവിടെ ഉണ്ടെന്ന് പറയും. ഒരു ബോണ്ട ഒരു ബറോട്ട 10 20 രൂപ തീരും. അങ്ങനെ ബോണ്ടയും പൊറോട്ടയും കൊണ്ടുവന്ന് ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തുകൊണ്ട് ഈ ബോണ്ട പൊളിച്ച് അതിനകത്ത് ഈ ബോണ്ടയ്ക്കകത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സംഭവം ആ ചൂടുവെള്ളത്തിൽ കലക്കി അത് ഉരുളക്കിഴങ്ങ് കറിയായിട്ട് ബറോട്ട അതിനകത്ത് മുക്കി കഴിക്കുകയാണ്. ഇതാണ് ഹംഗ്രി മൃണാൾ നിങ്ങൾക്ക് എന്താണ് മുന്നിലേക്ക് വെക്കുന്ന സാധനം. ഒരു ക്രിയേറ്റീവായിട്ടൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരാളും ഇതൊക്കെ എന്താണ് ശ്രദ്ധിക്കുന്ന ഒരാളും എന്നുള്ളൊരു നിലയിൽ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ താങ്കൾക്ക് വളരെ ദോഷമേ ചെയ്യുകയുള്ളൂ.
ഒരു മനുഷ്യരും വീട്ടിൽ കഴിക്കുമായിരിക്കും, പക്ഷേ ഹോട്ടലിൽ പോയി ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനും കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഞാൻ താങ്കളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനും ഹോട്ടലിൽ പോയി കഴിക്കാൻ ആഗ്രഹിക്കില്ല. പിന്നെ താങ്കൾക്ക് അങ്ങനെ ഒരു ഫാൻറ്റസി ഉണ്ട്, ഞാൻ അങ്ങനെ കഴിക്കും, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനെയായിരുന്നു കഴിച്ചത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അലുവയും മത്തിക്കറിയും കൂട്ടിയാണ് കഴിച്ചത്. അത് താങ്കൾ കഴിച്ചോളൂ, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ അത് ബാക്കിയുള്ളവരും കൂടെ കഴിക്കണം. എൻ്റെ ആ കഴിപ്പാണ് ബാക്കിയുള്ളവരുടെയും കഴിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്കിഷ്ടം ചോറും അവിയലും മാത്രമായിരിക്കാം, പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ കൂടെ വിചാരിച്ച് വേണം ഹോട്ടൽ തുടങ്ങാൻ എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇതിനകത്ത് പുള്ളിയുടെ ലൈവിൻ്റെ താഴെയും പുള്ളിയെക്കുറിച്ചുള്ള വാർത്തകളുടെ താഴെയും തെറി മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പുള്ളി മുന്നോട്ട് വരണം, വളർന്ന് പന്തലിച്ച് പൊങ്ങി മുകളിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആൾ തന്നെയാണ് ഞാൻ. എന്തായിരുന്നാലും പുള്ളിയുടെ ഒരു ലൈവ് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ കണ്ടു. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഈ ചെയ്തതൊക്കെ വളരെ തെറ്റായി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ മാർക്ക് ആൻ്റണി ഉണ്ടല്ലോ, അതായത് ബ്രൂട്ടസ് ജൂലിയസ് സീസറിനെ കൊല്ലുമ്പോൾ മാർക്ക് ആൻ്റണി, ബ്രൂട്ടസാണ് കൊന്നത്, പക്ഷേ ബ്രൂട്ടസിന് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. മാർക്ക് ആൻ്റണി വന്നൊരു പ്രസംഗം നടത്തും. ആ പ്രസംഗം നടത്തുമ്പോഴാണ് ബ്രൂട്ടസിനെ എതിരെ ആൾക്കാർ തിരിയുന്നത്. മാർക്ക് ആൻ്റണി ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞിട്ട് ബ്രൂട്ടസിനെ നോക്കിയിട്ട്, പക്ഷേ ബ്രൂട്ടസ് നല്ലവനാണ് എന്ന് പറയും. അപ്പുറത്തും മാർക്ക് ആൻ്റണി ഓരോ ബ്രൂട്ടസ് ചെയ്ത മോശം കാര്യങ്ങളും പ്രസംഗ രൂപത്തിൽ എണ്ണി പറഞ്ഞിട്ട് പറയും, പക്ഷേ ബ്രൂട്ടസ് നല്ലവനാണ് എന്നിങ്ങനെ പറയും. അതുപോലെ പുള്ളി വന്നിരുന്നിട്ട് ഒരു മാർക്ക് ആൻ്റണി ആവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. പുള്ളി പറയുന്നത്, ഞാൻ ചെയ്ത തെറ്റെന്താണ്, ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്തു, മായം കലരാത്ത അജിനോമോട്ടോയിൽ മുക്കിയ മുട്ടയാണ് ഓരോ ആൾക്കാർ കഴിക്കുന്നത്, ഞാൻ അതില്ലാതെ കൊടുക്കാൻ ശ്രമിച്ചു, ഞാൻ ചെയ്തത് തെറ്റാണ് എന്നാണ് പുള്ളി ഇങ്ങനെ പറയുന്നത്. ബേസിക്കലി ഈ ഒരു സാധനവും പുള്ളിക്ക് ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പല ആൾക്കാരും പറയുന്നത് കറക്റ്റാണ് കേട്ടോ അണ്ണാ, നിങ്ങളിത് കാണുകയാണെങ്കിൽ നിങ്ങൾ വാ തുറക്കാതിരുന്നാൽ മാത്രം. അപ്പോൾ പുള്ളി പറയുന്നത്, ഇത്രയും നല്ലൊരു ഹോട്ടൽ നടത്തിയിട്ട് ആ ഹോട്ടലിൻ്റെ മുതലാളിയായിട്ടുള്ള ഞാൻ വാ എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ബേസിക്കലി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ ഹോട്ടൽ നടത്തുന്നൊരു മുതലാളിയാണ്, നിങ്ങളല്ല വാ തുറക്കേണ്ടത്. നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോലും നാട്ടുകാർക്ക് പറ്റരുത്. നിങ്ങളതിൻ്റെ എന്താണ് ഈ നല്ല കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മുകളിലിരുന്നിട്ട് ഇതിനൊരു സിസ്റ്റം കൊണ്ടുവരിക. ഇപ്പോൾ ഉദാഹരണത്തിന് ഭീമ ജ്വല്ലറിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഭീമ ഗോവിന്ദനല്ല നമുക്ക് ചായ കൊണ്ടുവരാൻ തരുന്നത്. ആ ചായ കൊണ്ടുവരുന്ന പെണ്ണിനോട്, ആ ചായയുടെ മധുരം നോക്ക്, ഈ ചായയിൽ മറ്റേ ഷുഗർ ഉണ്ടാകും നോക്ക്, മറ്റേ ചായയിൽ കടുപ്പമുണ്ടാകും എന്നൊന്നും പുള്ളി പറയില്ല. പുള്ളി മുകളിൽ ഏതോ ഒരു രാജ്യത്തിൽ നിന്ന് ചില്ല് ചെയ്യുകയായിരിക്കും. കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ നടന്നു പോകും. അല്ലാതെ പുള്ളി ഭീമയിൽ ഓരോ ദിവസവും 100 കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും. അതെല്ലാം പുള്ളി ലൈവിൽ വന്നിട്ട് ഇന്ന് ആ പ്രശ്നം നടന്നു, ആ പ്രശ്നം ഞാൻ എന്ന് പറയാനായിട്ട് നിൽക്കില്ല. നമ്മളെന്താണ്, നമ്മളൊരു എൻറ്റിറ്റി ആയിട്ട് നമ്മളങ്ങ് മാറിയിരിക്കുക. നമ്മൾ മാറിയിരുന്നിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക. അങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും സ്റ്റാഫ് മുണപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാഫിനെ അങ്ങ് മാറ്റുക, പുതിയൊരു സ്റ്റാഫിനെ പ്ലേസ് ചെയ്യുക. ഈ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിയുന്നുണ്ടെന്നുണ്ടെന്ന് അറിയാലോ. ഞാൻ താങ്കളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ പുള്ളി കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്ന് ഒരുപാട് ഇതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പുള്ളിയുടെ അവിടെ 189 രൂപയ്ക്ക് സദ്യ കൊടുക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതുകൂടെ നാട്ടുകാർക്ക് അറിയാമല്ലോ, 189 രൂപ. അപ്പോൾ അത് കണ്ടപ്പോൾ നാട്ടുകാർ വിചാരിച്ചു ഹോട്ടലിൽ ഇപ്പോൾ അടച്ചു പൂട്ടാനായിട്ട് പോവുകയാണ്. സംഭവം ആളില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണയും. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതും. അത് അടച്ചു പൂട്ടാനായിട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. കാരണം പുള്ളി ഇതിന് തുടക്കത്തിൽ തന്നെ 20, 30, 50 ലക്ഷം മുടക്കി പുള്ളി മറ്റേ വാട്ടർ പ്ലാന്റും മറ്റേ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കി എന്നാണ് പുള്ളി പറയുന്നത്. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് അടച്ചു പൂട്ടാൻ പോകുന്നു എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കിടയിലേക്ക്. അപ്പോൾ പുള്ളി ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇൻഫ്ലുവൻസർമാർക്കെതിരെയുള്ളൊരു വീഡിയോ ആണ്. നിനക്കൊക്കെ അരി മേടിക്കാനല്ലേടാ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഞാനിത് അടച്ചു പൂട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും നീ സ്വപ്നത്തിൽ വിചാരിക്കണം എന്നാണ് പുള്ളി. അടച്ചു പൂട്ടണ്ട, നല്ല കാര്യം തന്നെ, അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. അപ്പോൾ ഇതാണ് അവിടെയുള്ള ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഇങ്ങനെ വന്നിട്ട് ഈ നാട്ടുകാരെ മുഖത്ത് നോക്കി AC റെസ്റ്റോറൻറ്റ്, ഇതിലും വില കുറച്ച് കിട്ടുന്ന AC റെസ്റ്റോറൻറ്റുകൾ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. ഇതിലും വില കുറച്ച്, അതായത് അണ്ണൻ്റെ അവിടെ നമ്മളിങ്ങനെ വാങ്ങിച്ച് കഴിക്കില്ല. ഇപ്പോൾ അവിടെ ഒരു ഊണ് ഞാൻ വന്ന് കഴിക്കണമെങ്കിൽ എനിക്കൊരു 10, 250 രൂപയാണ്. കാരണം അവിയൽ 20 രൂപ, തോര 20 രൂപ, മറ്റേത് 25 രൂപ, ഊണ് 20 രൂപ, പപ്പട 7 രൂപ. എനിക്ക് രണ്ടാമതൊരു ഊണ് വീണ്ടും 20 രൂപ കൊടുത്ത് വീണ്ടും മേടിക്കണം. അത് ഞാൻ മേടിക്കുന്നത് എങ്ങനെയാണ്? സർവീസില്ല. ഞാൻ ഈ ഊണ് കഴിച്ചു കഴിഞ്ഞ് ഈ കഴിച്ച എനിക്ക് ഇനിയും ഒരു കിണ്ണം തോരൻ കൂടെ വേണമെങ്കിൽ ഞാൻ ഈ കൈയും ആ കഴിവാത്ത വായുമായിട്ട് ഞാൻ വീണ്ടും പോകണം. വീണ്ടും പോയിട്ട് കൂപ്പൺ എടുത്ത് ഞാൻ ആ കൂപ്പൺ കൊണ്ട് കാണിച്ച് വേണം ഈ സാധനം മേടിക്കാൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ ഏത് യൂണിവേഴ്സഡേ എന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. അത് കൊണ്ട് തരണം. ഇത് കൊണ്ട് നമുക്ക് തരുന്ന എന്തിനാണ്? നമുക്കവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഭക്ഷണം ഇങ്ങനെ അതിൻ്റെ എച്ചിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നടന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ അവിടെ എച്ചിലൊക്കെ വീഴൂലേ എന്നാണ് എൻ്റെ ഒരു
സാധാരണ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ബേസിക്കലി. എന്തായിരുന്നാലും നല്ലതുപോലെ നടക്കട്ടെ. ആയുഷ്മാൻ ഭവ എന്ന് മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ ശരി.